ഇത് വാഗമണിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു കുഞ്ഞ് വാട്ടർഫാൾസാണ്. ഇത് കുഞ്ഞതാണ്, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പരുന്തംപാറയിലെത്തി. അവിടെ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡിയായിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റില്ല, അത്രയ്ക്ക് കാറ്റായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനാണെങ്കിലും. ആ കാറ്റത്ത് ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പരുന്തംപാറയിലെ കാറ്റിലൊക്കെ നടന്നിട്ട് പിന്നെ ഞങ്ങൾ മൊട്ടക്കുന്നിലോട്ടാണ് വന്നേക്കുന്നത്. ഇവിടെയും കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു പട്ടമൊക്കെ വാങ്ങിച്ചിട്ട് പറത്താനുള്ള തത്രപ്പാടില്ലായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ വാങ്ങിച്ച പട്ടത്തിൻ്റെ കുഴപ്പമുള്ളതെന്ന് അറിഞ്ഞൂടാ, അത് പറക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതെങ്ങനെ പറപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക് ഏറ്റെടുത്തേക്കാണ് ചേച്ചിയും ചേട്ടനും ചേച്ചിയുടെ മോനും ഒക്കെ. അപ്പോൾ അവർ കൂലങ്കഷമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പട്ട എങ്ങനെ പറത്താമെന്ന്. അങ്ങനെ അവർ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതെടുത്ത് ഇടുവേ. ബോട്ടിൽ കയറിയപ്പോൾ തൊട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതൊന്ന് തുഴയുക എന്നുള്ളത്. പക്ഷേ ഇത് ഇത്രയും വലിയ സാഹസികമായിട്ടുള്ളൊരു ജോലിയായിരുന്നു എന്നുള്ളത് എനിക്കത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ തുഴഞ്ഞ് ഭൂമിയുടെ അറ്റത്തോട്ട് പോയേക്കാണ്. ഇനി തുഴയാനായിട്ട് ഞങ്ങൾക്ക് സ്ഥലമൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാനും ചേട്ടനും കൂടെ പിന്നെ ഭയങ്കര പ്ലാനിങ്ങിലൂടെ എൻ്റെ പ്ലാനിങ് അല്ല, ചേട്ടൻ്റെ പ്ലാനിങ്ങിലൂടെ ഞങ്ങൾ ബോട്ട് തിരിച്ച് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തോട്ട് കൊണ്ടുവരുന്ന തത്രപ്പാടുകളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ബോട്ടൊക്കെ ഓടിച്ചൊരു വഴിക്കായിട്ട് ഞാൻ ദേ ഇവിടെ അടുത്ത സാഹസം കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനും ചേച്ചിയുടെ മോളും കൂടെയാണ് ആദ്യം പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ പോവുകയാണ് അടുത്ത സാഹസത്തിന്. ഞങ്ങളുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തോ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന ആ ഒരു ഭാവത്തിലാണ് ഞങ്ങളുടെ ആ ഒരു നിൽപ്പും ആറ്റിറ്റ്യൂഡും ഒക്കെ. അടുത്തതായി എൻ്റെ ചേച്ചി ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടെങ്കിലും എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ എവറസ്റ്റൊക്കെ കീഴടക്കിയിട്ട് ഞങ്ങൾ റിസോർട്ടിലോട്ട് വന്നു. ഞങ്ങൾ വരുന്നതിന് മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതൊരു 4 കെട്ട് സെറ്റപ്പിലുള്ള ആ ഒരു മോഡലായിരുന്നു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. അങ്ങനെ റൂമിലെത്തി ഞങ്ങളൊന്ന് ഫ്രഷായി. ഇത് റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു റിസോർട്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പിലോട്ടൊക്കെ പോയി. ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞു. റൂമിൽ വന്നു. ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. ഞങ്ങളവിടെ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ രാവിലെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു തത്രപ്പാടാണ് ഈ കാണുന്നത്. നമ്മളുടെ കാറൊന്നും അങ്ങോട്ട് പോവില്ല, ജീപ്പിൽ വേണം പോകാൻ. അവർ തന്നെ റിസോർട്ടിൽ ആൾക്കാർ തന്നെ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി തരും, പോകാനുള്ള വണ്ടിയും എല്ലാം റെഡിയാക്കി തരും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര കോടയും കാറ്റും ഒക്കെ ആയിരുന്നു, ഭയങ്കര മഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ കറങ്ങി ഇറന്നിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. എല്ലാവരും അവിടെ ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. സൂര്യൻ പോയിട്ട് സൂര്യൻ്റെ അച്ഛൻ പോലും ആ പരിസരത്ത് പോലും ഇല്ലായിരുന്നു. കുറച്ചൊന്ന് വെട്ടമൊക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര മഞ്ഞായിരുന്നു, ഭയങ്കര കോടയായിരുന്നു, ഭയങ്കര കാറ്റുമായിരുന്നു. ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. ഇവിടെ ആയിരുന്നു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട സ്ഥലം. പക്ഷേ സൺസെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ അവിടെ പോയി നിന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കുവാണ്, എവിടെയെങ്കിലും സൂര്യനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഡ്രൈവറും ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഭയങ്കര കൂലങ്കഷമായിട്ടുള്ള എന്തോ ചർച്ചയിലാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. ചേച്ചി വീഡിയോയ്ക്ക് വന്നൊരു ഹായ് ഒക്കെ പറയുന്നുണ്ട് ഇവിടെ. എൻ്റെ മോനാണെങ്കിൽ കാറ്റത്തും മഞ്ഞത്തും ഇങ്ങനെ തണുത്തും മരവിച്ചിരിക്കുകയാണ്. ഇനി മേലെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് വരെ അവന് പറയേണ്ടി വന്നു. അത്രയ്ക്ക് കാറ്റും മഞ്ഞുമായിരുന്നു, ഭയങ്കര കോടമഞ്ഞും ഭയങ്കര കാറ്റുമായിരുന്നു. സൺസ് കാണാനാണ്, പക്ഷേ കോടമഞ്ഞും കാറ്റും കാരണം ഞങ്ങൾക്ക് സൺസ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ മൂൺസിനെ കണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ബൈ ബൈ, സീ യു. പിന്നെ ഞങ്ങൾ വന്നത് കുറവൻ കുറത്തിമല കാണാനാണ്. അവരുടെ സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെയും ഭയങ്കര കാറ്റും ഭയങ്കര മഞ്ഞും ഒക്കെ ആയിരുന്നു. അവിടുത്തെ കാറ്റും മഞ്ഞും ഒക്കെ കാരണം നമുക്ക് മുകളിലോട്ട് കയറിപ്പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ചേച്ചി വീഡിയോയിൽ പറയുന്നത് ആരും ഇങ്ങോട്ട് വരില്ലേന്ന്. ഭയങ്കര പാടായിരുന്നു കയറി പോകാനായിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ മുന്തിരിപ്പാടം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.